നായ്ക്കളെ സ്നേഹിക്കുന്നവർക്കും നായ്ക്കളെ പേടിക്കുന്നവർക്കും ഇവിടെ വരാം. പക്ഷെ തിരിച്ചു പോകുന്നത് പേടി മാറ്റിയിട്ടാവും. എനിക്ക് ഡോഗ്സിനെ പേടിയാണ്, പക്ഷേ ഇപ്പൊ പേടി കുറഞ്ഞു. ഇങ്ങനെ വരുമ്പോ ഒക്കെ പേടി കുറയും. ഈ ഒരു ഇന്ററാക്ഷൻ അതിന് ഗുണം ചെയ്യുന്നുണ്ട്. യെസ് തീർച്ചയായിട്ടും. ഇങ്ങനെ നമ്മൾ എക്സ്പോഷർ കിട്ടുമ്പോഴല്ലേ നമ്മൾ പഠിക്കുള്ളൂ കാര്യം. This is a very nice concept. I'm actually scared of dogs, so now I touched a dog, so it's very nice. പെറ്റായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യുക ഒരു നല്ല കോൺസെപ്റ്റ്. ഇവിടെ ഇങ്ങനെ വന്നിട്ടില്ല, പുതിയൊരു കോൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഇത്ര നാളായിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ടായില്ല. ഇപ്പം നല്ല ഒരുപാട് പെറ്റ് പാരൻസ്, പെറ്റ് ലവേഴ്സ് ആയിട്ടുള്ള ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി, നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ. കണ്ടറിഞ്ഞു കേട്ടറിഞ്ഞു ഓരോ ദിവസവും എത്തുന്നവരുടെ എണ്ണം കൂടുകയാണ്. ബേസിക്കലി ഒരു അവയർനെസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 24th and 25th വിച്ച് ഇസ് ലൈക്ക് നെക്സ്റ്റ് സാറ്റർഡേ ആൻഡ് സൺഡേ നമ്മൾ SH കോളേജ് ഗ്രൗണ്ടിൽ നമ്മുടെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. അതൊരു ഇവൻറ്റ് എന്ന് വെച്ചാൽ പെറ്റ് കാർണിവലാണ്. ഈ പെറ്റ്സിനെ പേടിയുള്ളവർക്ക് പെറ്റ്സ് എന്താണെന്നും പെറ്റ്സ് മനുഷ്യരെക്കാളും ഹാംഫുൾ അല്ല എന്നുള്ളൊരു കൺവേ ചെയ്യാനായിട്ടാണ്. ചിലവർക്ക് ഉണ്ടാവുമല്ലോ വീട്ടിൽ ആരും സമ്മതിക്കില്ല, പക്ഷേ പെറ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർക്ക് പോസം പാർട്ടി എന്നുള്ളൊരു ഇവൻറ്റ് ആബ്സല്യൂട്ട്ലി വെൽക്കമിങ് ആണ്. ഇപ്പം നമ്മളിപ്പം പോസം പാർട്ടി ഫസ്റ്റ് കഴിഞ്ഞ വർഷം നടത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോഗ്സ് പാർക്ക് സ്റ്റാർട്ട് ചെയ്തു രാജേന്ദ്ര മൈതാനത്ത്. അപ്പോൾ അവിടെ ആണെങ്കിലും ഒക്കെ നമ്മൾ ഒരു പെറ്റ് പേരൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കുട്ടിയുടെ പേരൻ്റ് പോലെ തന്നെയാണ്. ഇത് ഒരു ഇൻട്രാക്റ്റീവ് ഒരു സ്പേസാണ്, എല്ലാവർക്കും ഒരു ഇരിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരു സ്പേസാണ്. അപ്പോൾ അതൊരു സേഫ് സ്പേസും കൂടെ ആക്കാൻ, കാരണം ഒരുപാട് കൈൻഡ് ഓഫ് ആനിമൽസ്, ഒരുപാട് റെസ്ക്യൂസ് നടത്തിയ അഡോപ്ഷൻ ഡ്രൈവ്സ് വരുന്നുണ്ട്. സോ NGOs ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അവർ ഓൾറെഡി റെസ്ക്യൂ ചെയ്തിട്ടുള്ളവർ അവരങ്ങോട്ട് വരും. അപ്പോൾ ആർക്കെങ്കിലും അഡോപ്ഷൻസ് ചെയ്യണമെങ്കിൽ പോസം പാർട്ടി 24-25 ആണ് സേക്രഡ് ആർട്സ് വെച്ച് നടത്തുന്നത്. അപ്പോൾ അന്ന് നമുക്ക് അവിടെ നിന്ന് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. വരത്തന്മാരും നാടന്മാരുമൊക്കെയായി കുറേ പേരുണ്ടെങ്കിലും താരമായത് ഇവനാണ്. ഹിസ് നെയിം ഇസ് പെപ്പർ. ഷുഗർ ഗ്ലൈഡർ ആണ്, എക്സോട്ടിക് ആനിമലാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ലാസ്റ്റ് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്നായിരുന്നു. ആ സമയത്ത് ഇവൻ 6 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവൻ 1.5 വയസ്സായി. നൈറ്റാണ് ആക്റ്റീവ്, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പേടിച്ച് നിൽക്കണ ആൾ. നൈറ്റാണെങ്കിൽ ഇവൻ ഓടിച്ചാടിയൊക്കെ നടക്കും. ഓമനകളോടൊപ്പം ഉടമകളും പരസ്പരം അറിയുകയാണ്, കൂട്ടുകൂടുകയാണ്. സഹജീവി സ്നേഹത്തിലൂടെ സമൂഹം ഉയരുകയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ആദ്യത്തിന് ഓമനക്കുറിച്ചുണ്ട്. ആദി, ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ബേസിക്കലി ഒരു നായകളെ പേടിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടാണ്. എനിക്ക് അവരെ പേടിയാണ്, കാണുമ്പോൾ തന്നെ പേടിയാണ്. ഞാൻ ആ ഭാഗത്തോട്ട് പോകത്തുമില്ല. അപ്പോൾ പക്ഷേ ഇവരുടെ ഈ കൂട്ടായ്മ, സാധാരണ നമ്മൾ ഈ കൂട്ടായ്മകൾ കാണുമ്പോൾ നമുക്ക് നായകളെ കാണാനും അല്ലെങ്കിൽ അവയെ വാങ്ങാനും അതിനെക്കുറിച്ച് അറിയാനും ഒക്കെയുള്ള കൂട്ടായ്മകളായിരിക്കും പലയിടങ്ങളിലും സംഘടിപ്പിക്കപ്പെടുക. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നായയെ പേടിയുള്ളവർക്ക് ആ പേടി മാറ്റിക്കൊടുക്കാനും അതിനൊരു അവബോധം സൃഷ്ടിക്കാനും ഒക്കെ ഈ കൂട്ടായ്മ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ്. ഒപ്പം തന്നെ ഒരുപാട് പേരെ കണ്ടു. ഗോൾഡൻ റിട്രീവറിനെ കണ്ടു, ഷിറ്റ്സുവിനെ കണ്ടു, ലാബിനെ കണ്ടു, ബീഗിളിനെ കണ്ടു, ഒരുപാട് പേരെ അവിടെ കണ്ടു. പക്ഷേ കൂട്ടത്തിൽ എനിക്കും ഈ ഇഷ്ടപ്പെട്ടത് പെപ്പറിനെ ആയിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ സംഘടനകളുടെ കൂടുതൽ വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ആദി? ഈ കേരളത്തിലെ ആദ്യത്തെ ഡോഗ്സ് പാർക്ക് കൊച്ചിയിലാണ് വന്നത്. അതിൻ്റെ വാർത്ത നമ്മളാണ് കൊടുത്തത്, ഞാൻ തന്നെയാണ് പോയത്. അന്ന് ഒരുപാട് ഓമന നായ്ക്കുട്ടികളൊക്കെ അവിടെ ഓടിക്കളിക്കുകയും, അതും എല്ലാ വിഭാഗമാണ്. സ്വദേശികളുണ്ട്, നാടനുണ്ട്, വരത്തന്മാരുണ്ട്, ഒക്കെ കൂടി നല്ല രസമാണ് ഇങ്ങനെ ഓടിക്കളിക്കുന്നതും കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്നതൊക്കെ കാണാൻ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡോഗ്സ് പാർക്കിൽ സംബന്ധമായൊരു വാർത്തയെന്ന് കരുതിയാണ് ഞാൻ ഇന്നലെ അവിടേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നലെ പൊതുവേ ആളുകൾ കുറവാണ് കേട്ടോ, കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ, ഈ നായ്ക്കുട്ടികളായാലും ആളുകളായാലും. പക്ഷെ അവർ നടത്തുന്ന ആ ഒരു പരിപാടി, അവരുടെ ഇനിഷ്യേറ്റീവ്, അതിനെ നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കരുത്. കാരണം വളരെ വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തെരുവുനായ ആക്രമണങ്ങളൊക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ നായ്ക്കളെ പറ്റി കൂടുതൽ അറിയുക, അവയുടെ സ്വഭാവം, നായ്ക്കളെ വളർത്തുന്നതിന് പിന്നിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നായ്ക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ നായ്ക്കളോടുള്ള പേടി മാറ്റി, അങ്ങനെ വളരെ പ്രോത്സാഹിപ്പിക്കേണ്ട പരിപാടികളാണ് അവർ സംഘടിപ്പിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ 24-നും 25-നും ഈ പോസം പാർട്ടി എന്ന് പറയുന്ന ഈ കൂട്ടായ്മ 24-നും ഈ ഫെബ്രുവരി 24-നും 25-നും സേക്രഡ് ഹാർട്സ് കോളേജിൽ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടി എന്നോണമാണ് ഇന്നലെ ഈ പരിപാടി സംഘടിപ്പിച്ചത്. എന്തായാലും വളരെ രസകരമായൊരു പരിപാടി. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ 24-ാം തീയതി 25-ാം തീയതി വരാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായി, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അത്ര വലിയൊരു പരിപാടി എന്ന രീതിയിലായിരിക്കണം. വലിയ സംഗീതജ്ഞരുടെ സുഷിൻ ശ്യാമിൻ്റെയും ഹരിശങ്കറിൻ്റെയൊക്കെ പാട്ടും ഷോയും അതോടൊപ്പം തന്നെ ഈ വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ അവരോടൊപ്പമാണെന്ന് ആലോചിക്കണം. അവരുടെ ഈ വിനോദ പരിപാടികൾ, ഗെയിംസ് എന്നിങ്ങനെ വളരെ വലിയൊരു പരിപാടിയാണ് ഈ സേക്രഡ് ഹാർട്സ് കോളേജിൽ അവർ സംഘടിപ്പിക്കുന്നത് 24-25-നും. അപ്പോൾ അതിന് എല്ലാവരും പങ്കെടുക്കണം. നായ്ക്കളെ സ്നേഹിക്കുന്നവരും നായ്ക്കളോട് പേടിയുള്ളവരും ഒക്കെ പങ്കെടുക്കണമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പബ്ലിക്കും നമ്മുടെ പൊതുജനങ്ങളും ഇത് ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ്. ഒരുപാട് പേര് ഇവരുടെ പരിപാടികൾ കണ്ട് അവിടേക്ക് എത്തുന്നുണ്ട്, കുഞ്ഞുങ്ങൾ എത്തുന്നുണ്ട്, പ്രായമായവർ എത്തുന്നുണ്ട്, ഒക്കെ കൂടി അങ്ങനെ ഒരു വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ സഹജീവി സ്നേഹമൊക്കെ വളർത്തിയെടുത്തൊരു നല്ലൊരു സംസ്കാരം, പുതിയൊരു സംസ്കാരം വളർത്തിയെടുക്കുകയാണ്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പൂർണ്ണമായും നമ്മൾ അത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരുവുനായ ആക്രമണങ്ങളൊക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ കേരളം അങ്ങനെയുള്ളൊരു നാടല്ല.